അടുത്ത ബിഗ് ബോസ് സീസൺ 7 വിന്നറായിട്ട് വന്നത് സാബുമോനാണ്. സാബുമോൻ വന്നതും ഭയങ്കര കയ്യടിയും ബഹളവും ഒക്കെയാണ് എല്ലാവരും കൂടെ. ഇതുവരെ ആര് വന്നെങ്കിലും ഇത്രയും ഒരു സ്വീകരണം കിട്ടിയിട്ടുണ്ടാവത്തില്ല. എല്ലാവരും ഭയങ്കര ചിരിയും ഒരു ഫിലിം സ്റ്റാർ വന്ന കണക്കായിരുന്നു എല്ലാവരും അവിടെ ബഹളം ഉണ്ടാക്കിയത്. അപ്പോൾ സാബുമോനോട് ആദ്യം ക്വസ്റ്റ്യൻ ചോദിക്കാനായിട്ട് അനീഷ് കൈ പൊക്കുന്നുണ്ടായിരുന്നു. സാബുമോൻ എല്ലാവരോടും ഹായ് 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 പറഞ്ഞിട്ട് ചിരിച്ചിട്ട് എല്ലാവർക്കും ഹായ് പറഞ്ഞിട്ട് അനീഷിനോട് പറയുന്നത് ചോദിച്ചോളൂ എന്താണ് ചോദിക്കാനുള്ളതെന്ന് പറയുന്നത്. അപ്പോൾ അനീഷ് എഴുന്നേറ്റ് നിന്നിട്ട് സാബുമോനോടായിട്ട് ചോദിക്കുകയാണ്, സാർ ഈ ബിഗ് ബോസ് വീട്ടിൽ ഒരു വൈൽഡ് കാർഡായിട്ടാണ് വന്നത്. ഒരു വൈൽഡ് കാർഡായിട്ട് വന്നിട്ട് ബിഗ് ബോസ് സീസൺ 7 വിന്നറാവുക എന്ന് പറയുന്നത് ഒരു പുതുമയുള്ളൊരു കാര്യമാണ്. ആ ഒരു എക്സ്പീരിയൻസ് ഷോയിൽ കുറേ നാളുകൾ കഴിഞ്ഞിട്ട് ഒരു വൈൽഡ് കാർഡായിട്ട് എത്തി അതിനുശേഷം വിന്നറാകുന്നു. അപ്പോൾ സാറിൻ്റെ ആ പ്രൗഡ് ഫീലിങ്ങിനെ പറ്റി ഒന്ന് പറയാമോ സാർ? എനിക്ക് തോന്നി ഇന്ത്യൻ ബിഗ് ബോസിൽ തന്നെ ആ ഹിന്ദി ബിഗ് ബോസ് കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് ഒരു വൈൽഡ് കാർഡ് ജയിക്കുന്നു. ഈ കേരള ബിഗ് ബോസിൽ ഞാനായിരിക്കാം. അതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. അത് എൻ്റെ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഞാനിവിടെ വന്ന് എനിക്ക് പ്രത്യേകിച്ച് സ്ട്രാറ്റജി ഒന്നും ഇല്ലായിരുന്നു. ഞാനായിട്ട് ഇവിടെ നിന്നു. ഞാൻ റിയലായിട്ടാണ് ഇവിടെ നിന്നത്. അത് തന്നെ ഞാൻ ഹാപ്പിയാണ് എന്ന് സാബുമോൻ പറയുന്നു. അപ്പോൾ അടുത്തായിട്ട് ആര്യനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് ആര്യൻ എഴുന്നേറ്റ് നിൽക്കുന്നത്. ആര്യൻ ചോദിച്ചത് ഏകദേശം സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. സാർ പറഞ്ഞ പോലെ ഈ വീട്ടിൽ സാറ് വൈൽഡ് കാർഡായിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാ വൈൽഡ് കാർഡും പോയി, സാറ് മാത്രം ഉണ്ടായിരുന്നു എൻഡ് വരെ. അപ്പോൾ ഈ പറഞ്ഞ പോലെ വൈൽഡ് കാർഡെല്ലാം പോയപ്പം ആൾക്കാർ ഗ്രൂപ്പായിട്ട് സാറിനെ അറ്റാക്ക് ചെയ്താൽ വന്നോ, അതോ സാറൊരു ഗ്രൂപ്പിൽ ചേർന്ന് കളിച്ചോ, എങ്ങനെയായിരുന്നു? അതോ സാർ ഒറ്റയ്ക്കാണോ കളിച്ചത്? എന്തായിരുന്നു സാറിൻ്റെ സ്ട്രാറ്റജി? സാറ് ഈ വിന്നറാകാൻ വേണ്ടി എന്തൊക്കെ ചെയ്തു അതൊന്ന് പറയാമോ സാർ? ഈ വൈൽഡ് കാർഡ് ജയിക്കുക എന്ന് പറയുന്നത് അത്ര ഈസി അല്ല, പക്ഷേ സാർ ജയിച്ചു, സാർ വിജയിച്ചു. സാബുമോൻ പറയാണ്, ഞാൻ പ്രത്യേകിച്ച് അങ്ങനെ സ്ട്രാറ്റജി ഒന്നും യൂസ് ചെയ്തിട്ടില്ല. ഞാനായിട്ട് തന്നെ നിന്ന് കളിച്ച്, ഞാൻ ഒരു ഗ്രൂപ്പിലും ഭാഗമായിട്ടില്ല. ഞാനായിട്ട് നിന്ന് ഞാൻ വിജയിച്ചത്, ഞാൻ വിന്നറായതിൽ ഞാൻ എല്ലാവരോടും താങ്ക്സ് പറയുന്നു. അപ്പോൾ അടുത്തൊരു ലൈവ് അപ്ഡേറ്റുമായിട്ട് ഞാൻ വീണ്ടും വരാം. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ.